ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബകളിൽ സൂചിപ്പിച്ചതിന്റെ തുടർച്ചയാണ് ഇന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയണം, സ്നേഹിക്കണം, അവിടത്തെ പിൻപറ്റണം. ഇത്തിബാഉ റസൂൽ, റസൂലിനെ പിൻപറ്റുക, ഇത് വിശ്വാസിയുടെ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. പ്രവാചകന്റെ ആഗമനം മുൻകാലങ്ങളിലുള്ള പുരോഹിതന്മാരൊക്കെ മുമ്പ് പ്രവചിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ഒരിക്കൽ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ബസറയിലേക്ക് കച്ചവടം ചെയ്യാൻ പോയി. ചെറുപ്പക്കാരനാണ്. അപ്പൊ ഒരു പുരോഹിതൻ ഓടി വന്നിട്ട് അങ്ങാടിയിൽ നിന്ന് ഉറക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഹറമിന്റെ പരിസരത്തുനിന്നോ ഹറമിന്റെ ഭാഗത്തുനിന്നോ വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ചെറുപ്പക്കാരനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് വരുന്ന ആളാണ്. ഈ മാസം നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടായിട്ടുണ്ടോ? അഹ്മദ് എന്ന് പറയുന്ന ഒരാൾ, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, പ്രവാചകനായി ആഗമനം ചെയ്തിട്ടുണ്ടോ? തൽഹ പറഞ്ഞു, ഞാൻ ബസറയിലേക്ക് പുറപ്പെട്ടിട്ട് മാസങ്ങളായി. അതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. എന്നാൽ മോനെ, നീ മനസ്സിലാക്കണം, അങ്ങനെ ഒരാൾ നിന്റെ നാട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പിൻപറ്റാതെ ഒരിക്കലും നിന്റെ ജീവിതം പാഴാക്കരുത്. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് കച്ചവടം അവസാനിപ്പിച്ച് മക്കയിലേക്ക് നീങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞ് മക്കയിലെത്തി. മക്കയിലിറങ്ങി അന്വേഷിച്ചു. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ അബ്ദുൽ മുത്തലിബിന്റെ പൗത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നും ആളുകളെ അദ്ദേഹം ഏകദൈവത്വത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന വിവരം അദ്ദേഹത്തിനറിയാം. അദ്ദേഹത്തിന്റെ കൂടെ ആരാണ്? അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹും തൽഹയും നല്ല പരിചയമുള്ള ആളുകളാണ്. നേരെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ ഇങ്ങനെ ഈ ബസറയിലുണ്ടായ സംഭവം അദ്ദേഹം പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം പ്രവാചകനാണ്. കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി. ത്വൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. നബീന്റെ അടുത്ത് വന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചു. വിശുദ്ധ ഖുർആൻ ഇതിനെ പറയുന്നത് യഅരിഫൂനഹു കമാ യഅരിഫു അബ്നാഅഹു. അവർ സ്വന്തം മക്കൾ അറിയുന്നത് പോലെ ഈ സത്യം അവർക്കറിയാം. അഹ്ലു കിതാബ് എന്ന് പറയുന്ന അവരുടെ വേദക്കാരായ ആളുകൾക്ക് പ്രവാചകന്റെ ആഗമനമുണ്ട് എന്നും പ്രവാചകൻ വരാനുണ്ട് എന്നും പ്രവാചകൻ വിശ്വസിക്കണമെന്ന യാഥാർത്ഥ്യം സ്വന്തം മക്കൾ അറിയുന്നത് പോലെ അറിയാം. പിന്നെന്തിനാണ് അവർ നിഷേധിക്കുന്നത് ചോദിച്ചാൽ അതിന്റെ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൌത്യം നമ്മൾ ഏറ്റെടുക്കുക. ആ ദൌത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ പറയുന്നത് യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. അംറും ബിൽ മഅറൂഫി നഹിയുൻ അനിൽ മുൻകർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൌത്യമാണ്. ഉമ്മത്ത് മുസ്ലിമയുടെ ദൌത്യമാണ്.
കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി, നിങ്ങൾ അല്ലാഹു ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നു, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമാണ്. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങൾ ഉത്തമ സമുദായമാവുക. അല്ലാതെ നിങ്ങൾ അറബി പേര് കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേക കമ്മ്യൂണിറ്റി ആയതുകൊണ്ടോ നിങ്ങൾ മുസ്ലിങ്ങൾ ഉത്തമ സമുദായം ആയിക്കൊള്ളുന്നില്ല. ഉത്തമ സമുദായമാകണമെങ്കിൽ നിങ്ങൾ അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എന്ന് പറയുന്ന ദൌത്യം നിർവഹിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ഇസ്ലാമിലൊരു കർമ്മം അത് ഇബാദത്താവണമെങ്കിൽ റസൂല് ചെയ്യണം. എനിക്ക് നല്ലതാണ് തോന്നിയിട്ട് കാര്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഹജറുൽ അസ്വദിന്റെ അടുത്ത് നീ വേറൊരു കല്ലാണ്, നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ വേറൊരു കല്ലാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, അത് ഇത്തിബാഅ് ചെയ്യാന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 3 കർമ്മങ്ങളുണ്ട്, 3 രീതിയിലുള്ള കർമ്മങ്ങൾ. ഒന്നെന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമായതാണ്. ഉദാഹരണമായി തഹജ്ജുദ് നിസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാണ്, ഫർളാണ്. അത് വേറെ ഒരാൾക്ക് ഫർളായിട്ട് ഫോളോ ചെയ്യണ്ട, നിസ്കരിക്കാം, പക്ഷെ നിർബന്ധമല്ല, നമുക്കത് നിർബന്ധമല്ല. ഇപ്പൊ റസൂലിന് പ്രത്യേകമായുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഇത്തിബാഴ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതേസമയം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിയമമാക്കിയതുപോലെ മറ്റുള്ളവർക്ക് നിയമമല്ല. ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈവാഹിക ജീവിതം, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുവദിച്ചു കൊടുത്ത വിവാഹത്തിന്റെ എണ്ണം, ഇതൊന്നും ആളുകൾ ഫോളോ ചെയ്യാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി ഇത്തിബാ ജിബില്ലിയായ കർമ്മങ്ങളാണ്, റസൂലിന് മാത്രം ബാധകമാണ്. രണ്ടാമത്തെ എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനുഷ്യൻ എന്ന നിലയിൽ റസൂലിന് ചില ഇഷ്ടങ്ങളുണ്ടാവും. ഇപ്പൊ ഭക്ഷണത്തിൽ റസൂലിന് ചില മെനു ഉണ്ട്, അതെല്ലാരും ഫോളോ ചെയ്യണം നിർബന്ധമല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹെയർ സ്റ്റൈൽ, അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒരാളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണുത്ത വെള്ളം, പച്ചവെള്ളമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തേൻ ഇഷ്ടമായിരുന്നു, മധുരം ഇഷ്ടമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചരങ്ങാന്ന് പറയുന്ന, ചില ആളുകൾ ചൊരങ്ങാന്ന് പറയും, അത് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു. ഏത് കാര്യത്തിലും ഏറ്റവും കൂടുതൽ. അപ്പൊ ഇതൊന്നും ഒരാൾ ചൊരങ്ങ വാങ്ങി ഇങ്ങനെ തിന്നാന്നുള്ളത് ഒരു ഇത്തിബാഹിന്റെ ഭാഗമല്ല. അത് ഒരാൾക്ക് പിൻപറ്റാം. എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള കാര്യം, അതുകൊണ്ട് എനിക്കൊരു ഇഷ്ടമാണ്, ചെയ്യാം എന്നൊരാൾക്ക് വിചാരിക്കാം. പക്ഷേ ഇത്തിബാഴ് ചെയ്യേണ്ടതില്ല, പിൻപറ്റേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി അറബിയായിരുന്നു സംസാരിച്ചിരുന്നത്, അതുകൊണ്ട് അറബി സംസാരിക്കണം എന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി ഒട്ടകപ്പുറത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത്, അതുകൊണ്ട് ഞാനും ഇനി എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കണം എന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പോ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സാഹചര്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ചില നടപടിക്രമങ്ങളും ജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളുമാണ്. അത് പിന്തുടരാൻ ആളുകൾക്ക് നിർബന്ധമില്ല, പിന്തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ മൂന്നാമത്തെ കാര്യമുണ്ട്, അത് പിന്തുടരൽ നിർബന്ധമാണ്, അത് ഇത്തിബാഴ് ചെയ്യൽ നിർബന്ധമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദം, ഇതിനാണല്ലോ സുന്നത്ത് എന്ന് പറയാം. തറക്തു ഫീകും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. സുന്നത്തില്ലാതെ ഒരിക്കലും ഖുർആൻ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാവില്ല. ഖുർആൻ ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അയാൾക്ക് മനസ്സിലാവണം. ചില ആളുകളുടെ ഖുർആൻ തന്നെ മതി, വേറൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. കാരണം എന്താണ്, ഖുർആനിൽ സംശയമല്ല, ഹദീസിൽ സംശയമുണ്ടെന്നാണ് പറയാം. അതിന്റെ അർത്ഥം എന്താണ്, ഖുർആനിൽ സംശയമുണ്ടെന്നാണ്. കാരണം ഖുർആൻ എത്തിയ വഴിയും ഹദീസ് എത്തിയ വഴി ഒരു വഴിയാണ്, 2 വഴിയിലൂടെ എത്തിയിട്ടില്ല. നമ്മുടെ പള്ളിയിലുള്ള ഞങ്ങൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് മുസാഫൊക്കെ മുസാഫാണെന്ന് ആരാണ് പറഞ്ഞത്? ഖുർആനാണെന്ന് ആരാണ് പറഞ്ഞത്? ഇത് നബിക്കിറങ്ങിയ സാധനം തന്നെയാണ്, എന്ത് ഉറപ്പുള്ളത്? അത് ആ വഴിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ദീന് സനദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഴി നിഷേധിച്ചിട്ട് നിങ്ങൾക്ക് ദീന് സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എത്തിയ വഴിയാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി. അതിൽ ഒരു കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ ഫലത്തിൽ 2 കാര്യത്തിലും സംശയമുണ്ടെന്നാണ് അതിനർത്ഥം.
അതുകൊണ്ടാണ് ലോകത്ത് മുസ്ലിം ഉമ്മത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇൽമുർ റിജാൽ എന്ന് പറഞ്ഞൊരു വിജ്ഞാന ശാഖ ഉണ്ട് ഇസ്ലാമിൽ, ഒരു വലിയ എൻസൈക്ലോപീഡിയ. ഹിജ്റയുടെ ആരംഭം മുതൽ തന്നെ ഖുലഫാഉർ റാഷിദുകളുടെ ഒക്കെ കാലം കഴിയുമ്പോഴേക്കും 5 ലക്ഷം ആളുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ 5000 ആളുകളെ കുറിച്ച് വിശദമായ പഠനമുണ്ട്. പഠനം എന്ന് പറഞ്ഞാൽ ആര് എന്ത് എവിടെ പഠിച്ചു, ആരുടെ മകൻ ഏത് തറവാട് എന്ന് മാത്രമല്ല, അയാൾ വിശ്വസ്തനാണോ വിശ്വസ്തനല്ലേ എന്നൊക്കെ കൃത്യമായി പഠിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് എൻസൈക്ലോപീഡിയകൾ ഉണ്ടാവുന്നത്. ഇൽമുർ റിജാൽ ആളുകളുടെ പ്രൊഫൈൽ ശേഖരിച്ചു വെച്ചു. ആ പ്രൊഫൈലുകൾ വഴിയാണ് ഇസ്ലാമിലേക്ക് ആ ഇസ്ലാമിനെ ആ ലോകം ഏറ്റെടുത്തത്, പ്രചരിപ്പിച്ചത്. അവർ വിശുദ്ധ ഖുർആൻ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൊടുത്തു. സഹാബത്തിനെ പിൻപറ്റിയ താബിഈകൾ ഏറ്റെടുത്തു, താബികൾ ഏറ്റെടുത്തു. പിന്നീട് അത് ഇങ്ങനെ വഴികളായി നമ്മിലേക്ക് എത്തി. ഇതാണ് ഖുർആൻ, ഇതന്നെയാണ് ഹദീസ്. അപ്പൊ അതിലെന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ആ സംവിധാനത്തിൽ തന്നെ മറ്റൊരു സംവിധാനങ്ങൾ ഉണ്ടാക്കി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത്. അപ്പൊ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ്. ആ പ്രമാണമില്ലാതെ ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മൈനസ് ചെയ്തിട്ട് ഒരാൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് തന്നെ പറയുന്നത് ഖുർആനുൻ യംശി അലൽ കാന ഖുലുഖുഹു വൽ ഖുർആൻ എന്നൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാണ്, സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാതെ ഒരാൾക്ക് റസൂലിനോട് സ്നേഹമുണ്ടായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കി എന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. കുല്ലു ഉമ്മത്തിൻ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖാലൂ യാ റസൂലല്ലാഹ് വമൻ യഅബ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബ, എന്നെ തിരസ്കരിച്ചവനൊഴിച്ച്. ആരാണ് തിരസ്കരിച്ച ആൾ? ആരാണ്? ഖാല മൻ അതഅനി ദഖലൽ ജന്ന വമൻ അസാനി വഖദ് അബ. എന്നാരെങ്കിലും അനുസരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു, എന്നാരെങ്കിലും ധിക്കരിച്ചാൽ അവനാണ് തിരസ്കരിച്ചാൽ, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അള്ളാഹുവിനെ ആരെങ്കിലും ധിക്കരിച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണക്കേട് കാണിച്ചാൽ അവൻ അങ്ങേയറ്റം വഴികേടിലാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇബാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിഷിദ്ധമാണ്. ഒരു കാര്യം കൂട്ടിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഇബാദത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കണമെങ്കിൽ അതിലെന്തുണ്ടാവണം? പ്രമാണമുണ്ടാവണം. ഇസ്ലാമിലെ അടിസ്ഥാനം എന്താണ്? പ്രമാണമാണ്, ബുദ്ധിയല്ല. എന്റെ ബുദ്ധിക്ക് തോന്നിയതല്ല ഇസ്ലാം, പ്രമാണങ്ങളാണ് ഇസ്ലാം. പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റിസാലത്തിന്റെ ഇൽമാണ്. ആ റിസാലത്തിന്റെ ഇൽമ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ആ ഇൽമ്, വിവരമെന്ന് പറയുന്നത് അതാണ് ഇബാദത്തിന്റെ അടിസ്ഥാനം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. എങ്ങനെ നിസ്കരിക്കണം? നബി നിസ്കരിച്ചതുപോലെ, നബി നിസ്കരിച്ച അത്ര, നബി നിസ്കരിച്ച സമയം ഒക്കെ പ്രധാനമാണ്. എണ്ണങ്ങൾ റക്കാത്ത് നബി നിസ്കരിച്ച പോലെ കൈയ്യട്ട, നബി നിസ്കരിച്ച പോലെ റുക്കൂഴ് ചെയ്യാന്ന് മാത്രമല്ല, ആ സമയത്താണ് നിസ്കാരം. അതുപോലെ തന്നെ ആ രീതിയിലാണ് നിസ്കാരം, അതിൽ ചൊല്ലിയതാണ് നിസ്കാരം. അപ്പൊ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഒരാൾ സുബഹിക്ക് എഴുന്നേറ്റിട്ട്, സുബഹിക്ക് ഏതായാലും ബുദ്ധിമുട്ടി എഴുന്നേറ്റുള്ള തണുപ്പൊക്കെ ഉള്ള സീസണാണ്, 4 റക്അത്ത് നിസ്കരിക്കാമെന്ന് ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ചെയ്യാനും പറ്റില്ല. കാരണം 2 എവിടെ ഉള്ളൂ. കച്ചവടത്തിന്റെ ഇടയിൽ നിന്ന് തിരക്കുന്നു വന്ന് ളുഹുർ ഒരാൾക്ക് 2 ആക്കാനും പറ്റില്ല, അവിടെ 4 നിസ്കരിക്കണം. കാരണം അതിന്റെ അടിസ്ഥാനം എന്താണ്? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇബാദത്തിൽ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റൂല. മുആമലാത്തിന്റെ അടിസ്ഥാനം അനുവദനീയാണ്. വേണ്ടാന്ന് പറയുന്നത് വരെ മുആമലത്ത് അടിസ്ഥാനം അനുവദനീയമാണ്. ഇബാദത്തിൽ വേണം എന്ന് പറയുന്നത് വരെ ഇബാദത്തിൽ അത് അടിസ്ഥാനം അനുവദനീയമല്ല. 2 വ്യത്യാസമുണ്ട്. ഇബാദത്തിൽ ഒന്നൊരാൾക്ക് അഡീഷൻ ചേർക്കാൻ പറ്റില്ല, ഇടപാടുകളിൽ നിങ്ങൾക്ക് അഡീഷൻ ചേർക്കാം, അത് വേണ്ടാന്ന് റസൂലും അള്ളയും പറയുന്നത് വരെ. അതാണ് അതിന് 2ന്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി ഖുദു അന്നി മനാസികക്കും. നിങ്ങൾ എന്നിൽ നിന്നാണ് ഹജ്ജിന്റെ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ ഇബാദത്തിന്റെ ഏത് കാര്യവും നമുക്ക് അടിസ്ഥാനപരമായി അത് ശരിയാണോ തെറ്റാണോ, പുണ്യമാണോ, ഇബാദത്താണോ, അമലുസ്വാലിഹാത്താണോ എന്ന് തീരുമാനിക്കാനുള്ള അടിസ്ഥാന മാനദണ്ഡം എന്താണ്?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ ചെയ്തില്ലേ, പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന് തന്നെയാണ്. അപ്പൊ ഈ അടിസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മേഖലയിൽ നമ്മൾ പിൻപറ്റുക എന്ന് പറയുന്നത് റസൂലിനെയാണ് പിൻപറ്റേണ്ടത്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അവരെന്തുകൊണ്ടാണ് ഇന്നമ ഹലക അഹ്ലുൽ കിതാബ് അന്നഹും ഇത്തബഉ ആസാർ അംബിയാഇഹിം ഫത്തഖദൂഹാ കനാഇസം വബിയാ. അവരെന്താ എന്ന് ചോദിച്ചാൽ അവർ അമ്പിയാക്കളുടെ ആസാറാണ് പിൻപറ്റിയത്, അതുകൊണ്ട് അവർ നശിച്ചു. അമ്പിയാക്കളുടെ ആസാറുകൾ അവർ പിൻപറ്റി. അതുപോലെ തന്നെ അവരുടെ പ്രവാചകന്മാർ, അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരുടെ ശ്മശാനങ്ങൾ, കബറിടങ്ങൾ അവരെന്ത് ചെയ്തു? കനായിസുകളും ബിയാവുകളുമാക്കി, വലിയ വലിയ പള്ളികളും തീർത്ഥാടന കേന്ദ്രങ്ങളുമാക്കി. അങ്ങനെ ആ സമുദായം നശിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ അവരെന്താ ചെയ്ത്? ഇത്തബഉ ആസാർ അംബിയാഇഹിം, ആസാറുകളെയാണ് പിൻപറ്റി. ചില ആളുകളൊന്നും അങ്ങനെയാണ്, നബിയുടെ ആസാറുകൾക്കാണ് നബിയുടെ സുന്നത്തിനേക്കാൾ പ്രാധാന്യം നൽകുന്നത്. രണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ നബിയുടെ മുടി, നബിയുടെ ചെരുപ്പ്, നബിയുടെ ഇതൊക്കെ യഥാർത്ഥമാണോ അല്ലേ എന്നുള്ള വേറെ കാര്യം. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനോട് ആളുകൾക്ക് മഹബത്തും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, സഹാബികൾക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അതിലൊന്നും ഒരു തകരാറുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഒരു വസ്ത്രം എന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അതിന് മറ്റു വസ്ത്രത്തെക്കാൾ പ്രാധാന്യമുണ്ട്. അതൊരു വിശ്വാസിയുടെ പ്രവാചകനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ ഭാഗമാണ്, അതിന് തകരാറില്ല. പക്ഷെ അത് മാർക്കറ്റിൽ ഇറക്കി വിൽക്കാൻ പാടില്ല. അത് ഇട്ടിട്ട് വെള്ളം കൊടുക്കാൻ പാടില്ല, അത് കലക്കിയിട്ട് പൊടി കൊടുക്കാൻ പാടില്ല, അതൊരു ബിസിനസ് തന്ത്രമാക്കാൻ പാടില്ല. കാരണം ആസാർ എന്ന് പറയുന്നത് പിൻപറ്റേണ്ട ഒരു കാര്യമേ അല്ല. ആസാർ എന്ന് പറയുന്നത് ആസാറുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് സഹാബികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും, ആസാറിന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാവേണ്ടത്, പള്ളികൾ ലോകത്ത് വികസിച്ച കാലമായിരുന്നു ഹദ്റത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം. നബിയുടെ ആസാർ അത്രയും സുലഭമായി കിട്ടിയിരുന്ന കാലം വേറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന മണ്ണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ച മണ്ണ്, കിടന്ന മണ്ണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രങ്ങൾ, ഇതൊക്കെ അന്ന് അവിടെ ഉണ്ട്. അതിന്റെ പേരിൽ ആരും മുതലെടുപ്പ് നടത്തിയില്ല. അവരതൊരു സ്വകാര്യമായി റസൂലുള്ളാഹിനോടുള്ള ബന്ധത്തിന്റെ ഓർമ്മയുടെ മെമ്മറിയുടെ ഭാഗമായിട്ട് അവർ സൂക്ഷിച്ചു, അവർ പേഴ്സണലായിട്ട് അത് ഉപയോഗിച്ചു. അതേസമയം അതെന്ത് ചെയ്തില്ല? ആസാറുകളെ പിൻപറ്റാനും ആസാറുകൾക്ക് സുന്നത്തിനേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് ഇത് പ്രാധാന്യമുണ്ടാകുമ്പോൾ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ, അങ്ങനെയാണ് ആളുകൾ റബീഉൽ അവ്വലിന് റമദാനിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് ആളുകൾ പ്രസംഗിക്കാണ്. ഇതൊന്നും CM പഠിച്ചോനാന്ന് പറയുന്ന ആളുകൾക്ക് ഇതിനും വലുതും പറയാം. ഞാൻ നിങ്ങൾ ആലോചിച്ച മദീനക്ക് മക്കയേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നൊരാൾ പറയാണ്. ലൈലത്തുൽ ഖദറിന് യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയമുണ്ട്, ആ സമയമാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത എന്ന് ചില ആളുകൾ വാദിക്കാൻ. കാരണം എന്താണ്? ഇത് സുന്നത്ത് റസൂലല്ല, ഇത് ആസാർ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ വാണിഭം ചെയ്യാം, എങ്ങനെ വിൽപ്പന ചരക്കാക്കാം എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഇത്തരം സ്നേഹപ്രകടനങ്ങൾ എന്ന് പറയുന്നത്. അതിൽ യാതൊരു ദീനിലൊരു അടിസ്ഥാനമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് വിലപിച്ച് ഇരുന്നുപോയ മഹാനായ ഹദ്റത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുത്ത് നബിയുടെ ഒരുപാട് ആസാറുകളുണ്ട്. മസ്ജിദ് ആസാർ അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആളുകൾ എന്ത് ചെയ്തു? ബൈഅത്തുർ റിദ്വാൻ നടന്നൊരു മരം ഉണ്ടായിരുന്നു, വിശുദ്ധ ഖുർആൻ പറഞ്ഞ മരാണ്. സഹാബികളെല്ലാം, കാരണം അവർ ഉംറക്ക് വന്ന ആളുകളാണ്. ആ ഉംറക്ക് വന്ന ഉംറ പറ്റൂല, ഹുദൈബിയ സന്ധി ഇടപാട്. ആ സമയത്താണ് നബിയുടെ പ്രതിനിധിയായി മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പൊ ഉസ്മാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഉണ്ടായി. അപ്പൊ അത് ഒരു പ്രതിനിധിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജ്യതന്ത്രത്തിന് ഡിപ്ലോമസി ലംഘനമാണ്. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. അപ്പൊ അതിൽ ജീവൻ കൊടുത്തും ബലി കൊടുത്തും പോരാടും, അതിന് പ്രതികാരം ചെയ്യും എന്ന ആളുകളെല്ലാം ഒരുമിച്ചുകൂടി പ്രതിജ്ഞ ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ എല്ലാവരും കൈ വെച്ച് പ്രതിജ്ഞ ചെയ്തു. നബിയുടെ ഇടത്തെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഉസ്മാന്റെ കൈയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചു. അതൊന്ന് മരത്തിന്റെ ചോട്ടിലാണ്. ആ മരത്തെക്കുറിച്ച് ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞു, ആളുകൾ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത പല ആളുകളും വഫാത്തായിപ്പോയി, അള്ളാഹുവിലേക്ക് യാത്രയായിപ്പോയി. ചില ആളുകൾ ആ മരത്തിന് പുണ്യമുണ്ട് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? അവിടെ വന്നിരിക്കാൻ തുടങ്ങി, അവിടെ കുറച്ചധികം നേരം ഇരിക്കാൻ തുടങ്ങി, അവിടെ ഇങ്ങനെ വർത്തമാനം പറയാൻ തുടങ്ങി. അതിന് പുണ്യമുണ്ട് എന്ന് കരുതി ആളുകൾ അതിനെ സമീപിക്കാൻ തുടങ്ങി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായിരുന്ന ആളാണല്ലോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുഹമ്മദുൻ ഖദ് മാത്,
നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ ഇതാണ് മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു. മൻകാന യഅ്ബുദുല്ലാഹ ഇന്നല്ലാഹ ഹയ്യുൽ ലാ യമൂത്ത്. ആരെയാണോ അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ആരാണോ അള്ളാഹ് എന്നെന്നും ജീവിക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ വീണുപോയി, ബോധം കെട്ടു വീണുപോയി. കാരണം സഹിക്കാൻ അവർക്ക് പറ്റിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിച്ചിട്ട് പല സമയത്തും ബോധം കെടുവോളം കരഞ്ഞിട്ടുണ്ടാര് ഉമർ റളിയല്ലാഹു അൻഹു. പേർഷ്യ സാമ്രാജ്യത്തിന്റെ ഖജാനകൾ മുഴുവൻ തന്റെ വിശ്വസ്തനായ ചീഫ് കമാൻഡർ അബൂ ഉബൈദ മദീന പള്ളിയിൽ കൊടുന്നു വെച്ചിരിക്കുകയാണ്. മദീന പള്ളിയിൽ ഇങ്ങനെ സ്വർണ്ണ നാണയത്തിന്റെയും വെള്ളിക്കൂമ്പാരത്തിന്റെയും വെള്ളി നാണയത്തിന്റെയും ഒക്കെ അടയാളങ്ങൾ, വലിയ കൂമ്പാരങ്ങൾ വന്നിക്കാണ്. അപ്പൊ ഇതൊക്കെ സന്തോഷിക്കേണ്ട ഭരണാധികാരി അപ്പുറത്ത് മാറി നിന്ന് ഏങ്ങി കൊച്ചുകുട്ടിയെപ്പോലെ കരയാണ്. എന്തിനാണ് അമീർ മുഅ്മിനീൻ നിങ്ങൾ കരയുന്നത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു, നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നെയ്യിൽ ചുട്ട റൊട്ടി കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതുണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല, അത് ഞാൻ മറന്നുപോയി. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. ഒരു ദിവസം നബിയുടെ പുറത്ത് ഈത്തപ്പന ഓലയുടെ അടയാളം ഞാൻ കണ്ടു. ആ സമയത്ത് നബിയോട് ഞാൻ ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് നല്ലൊരു ബെഡ് ഞാൻ വാങ്ങിത്തരാം, നല്ലൊരു വിരിപ്പ് വാങ്ങിത്തരാം, പുതപ്പ് വാങ്ങിത്തരാം. അപ്പൊ ഖത്താബിന്റെ മകനെ പരലോകത്തൊരു പുതപ്പ് വാങ്ങിത്തരാൻ നിനക്ക് കഴിയോ എന്നാണ് അതിന് തിരിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ആ റസൂലുള്ളാഹിന്റെ പള്ളിയിലാണ് ലോകത്തെ ഏറ്റവും വലിയൊരു സാമ്രാജ്യത്തിന്റെ ഖജനാവുകൾ മുഴുവൻ എത്തിയിട്ടുള്ളത്, സമ്പത്ത് മുഴുവൻ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ റസൂലുള്ളാഹിനെ ഏത് സമയം ഓർത്ത് കരഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ആളുകളൊക്കെ കൂടി ആ അവസരം ഉപയോഗിക്കപ്പെടുത്താമായി. കാരണം റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. റസൂലും സഹാബികളും അശറത്തുൽ മുബശ്ശിരീനായ എല്ലാ സഹാബികളും ഒരുമിച്ച പള്ളി മരമാണ്, ആ മരത്തിന്റെ ചുവടാണ്. പോരാത്തതിന് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും പുണ്യമുള്ള ഒരു മരമാണ് എന്ന് കരുതി അതിനെ പരിപാലിക്കുന്നതിന് പകരം അത് വേരോട് പിഴുതെറിയുകയാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം ആസാറുകളല്ല പിൻപറ്റേണ്ടത്, സുന്നത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ നിങ്ങൾ അതിന്റെ ആസാറുകളുമായി ബന്ധപ്പെട്ട ഇതിലേക്ക് ആളുകൾ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ, അതിൽ ഇടപെടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ വിസ്മരിക്കുന്ന എന്തായിരിക്കും? സുന്നത്താണ്. ഒരു ബിദ്അത്ത് ഒരു നാട്ടിലുണ്ടായാൽ അതിന്റെ അർത്ഥം ഒരു സുന്നത്ത് മരിക്കുകയാണെന്നാണ്, അല്ലാതെ ബിദ്അത്ത് ഉണ്ടായി എന്ന് മാത്രമല്ല. ഒരു സുന്നത്ത് ഇപ്പൊ ലൈലത്തുൽ ഖദറിൽ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കലാണ് ഏറ്റവും പുണ്യകരമായ പ്രവൃത്തി, അല്ലെ? അങ്ങനെയാണല്ലോ, പള്ളിയിലാണ് എല്ലാവരും ഭജനം ഇരിക്കേണ്ടത്. അപ്പൊ എല്ലാവരും ലൈലത്തുൽ ഖദറിന് പാടത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ സുന്നത്ത് പോയി. ഗ്രൗണ്ടിലേക്ക് പോയാൽ എന്തുപോയി? സുന്നത്ത് പോയി. അപ്പൊ ഗ്രൗണ്ടിലേക്ക് ആളുകൾ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി മഹാമാമാങ്കങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം അവിടെ ഒരു ബിദ്അത്ത് ഉണ്ടായി എന്ന് മാത്രമല്ല, ഒരു സുന്നത്ത് എന്ത് ചെയ്തു? ഇല്ലാതെയായി. ഈ മനുഷ്യന്മാരൊക്കെ പള്ളിയിലിരിക്കണം, പള്ളിയിലാണ് എഴുത്തിക്കാഫിരിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ ബിദ്അത്തുകൾ സ്ഥാപിക്കുക എന്ന് പറയുന്നതിലൂടെ സുന്നത്ത് മരിക്കുകയാണ്. അപ്പൊ സുന്നത്തിനെയാണ് ജീവിപ്പിക്കേണ്ടത്. കാരണം തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. ഇത് മുറുകെ പിടിക്കണം. ചില ഹദീസിൽ കാണാം സുന്നത്ത ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയ്യീൻ. നിങ്ങൾ എന്ത് ചെയ്യണം? അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തും ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മനസ്സിലാക്കുകയും പിൻപറ്റുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട ബാധ്യത മുസ്ലിം ഉമ്മത്തിലുണ്ട്. നിങ്ങൾ കുടുംബജീവിതത്തിൽ ഗൃഹനാഥനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എന്തൊക്കെ ചെയ്തു തരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെയ്തു തരും, ആ വീട് വൃത്തിയാക്കി തരും, അതുപോലെ തന്നെ വസ്ത്രം അലക്കി തരും, അതുപോലെ ചെരുപ്പ് തുന്നും, വസ്ത്രം തുന്നും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാവ് കുഴച്ചു തരും. ഒരു ദിവസം റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹർ നിസ്കരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മാവ് കുഴച്ച കൈയായി ഇരുന്നു ഉറങ്ങുകയാണ് പത്നി ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു? ആ പാത്രം എടുത്തു. ഉറങ്ങണ ആളെ ഉറക്കം ഉണർത്തിയില്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോ ആ ഉറക്ക് ഉണർത്താതെ അവരെ മെല്ലെ ആ പാത്രം എടുത്തിട്ട് മാവ് കുഴച്ചു, അടുപ്പ് ചൂടാക്കി, ഓട്ടുകല്ല് വെച്ചു, റൊട്ടി ചുട്ട് പ്ലേറ്റിൽ വിളമ്പിയിട്ട് പറയാൻ, ആയിഷ എഴുന്നേൽക്കൂ, ഭക്ഷണം റെഡിയായി.
ആയിഷ എഴുന്നേൽക്കു, ഭക്ഷണം റെഡിയായി. അപ്പൊ നിങ്ങൾ നല്ലൊരു ഭർത്താവാണെങ്കിൽ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ അതിവിശിഷ്ടമായ സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തിത്വമാണ് റസൂലുള്ളാഹ്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അള്ളൊരു സർട്ടിഫിക്കറ്റ് നബിക്ക് കൊടുത്തിട്ടുണ്ട്, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആദർശത്തോളം പ്രധാനമുണ്ട് സ്വഭാവത്തിന്. നല്ലൊരു ആദർശങ്ങളെ കയ്യിലുണ്ട്. ആള് മരടനാണെങ്കിൽ എത്ര നല്ല ആദർശമായിട്ടും കാര്യമില്ല, ആളുകൾ നിങ്ങളെ അടുത്തും പരിസരത്തുമില്ല. ലംഫല്ലൂ മിൻ ഹൗലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, നിങ്ങൾ അല്പം പരുഷപ്രകൃതവും കർക്കശക്കാരനുമായിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ നിന്റെ കൂടെ ഉണ്ടാവൂല. ഉണ്ടായത് എന്തുകൊണ്ടാണ്? ലിന്തലഹും, വളരെ സോഫ്റ്റ് ആയതുകൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ സ്വഭാവം ഉണ്ട്. പക്ഷെ അടിസ്ഥാന റസൂലിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അത് റഹ്മത്തുൽ ലിൽ ആലമീനാണ്, കാരുണ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാന സ്വഭാവം എന്താണ്? വാത്സല്യവും കാരുണ്യവുമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ അതുകൊണ്ട് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ജൂതരായ ആളുകൾ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നീ നശിക്കട്ടെ, മരിച്ചുപോട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് തർക്കിക്കാൻ, കോപിക്കാൻ, ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാം, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരുടെ പ്രാർത്ഥന എനിക്കെതിരെ അല്ലാഹ് സ്വീകരിക്കൂല, എന്റെ പ്രാർത്ഥന അവർക്കെതിരെ സ്വീകരിക്കുകയും ചെയ്യും. പിന്നെന്തിനാ നീ ബേജാറാവുന്നത്? അതുകൊണ്ട് അവരോട് ചൂടാവേണ്ട ആവശ്യമില്ല, ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അതിവിശിഷ്ടമായ സ്വഭാവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്ത്രീധനം കല്യാണം കഴിക്കുമ്പോൾ വാങ്ങൂല എന്നുള്ളൊരു ആദർശ നിലപാടാണ്. പക്ഷെ അതേ സമയം ഭാര്യനോട് വളരെ മോശമായിട്ടാ പെരുമാറുക. ഇതിലേതാ നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടും മോശമാണ്. നിങ്ങളാല് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ആദർശമാണ്. അതേസമയം ഭാര്യയോട് വളരെ നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ള ഹുസ്നുൽ ഖുൽഖാണ്. ഈ ഹുസ്നുൽ ഖുൽഖും അഖീദയും ഒരുമിച്ച് നിൽക്കുള്ളൂ. അഖീദ കൊണ്ട് ലോകത്തോട് ആരെയും പിടിച്ചു കുലുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു അറാബി വന്നിട്ട് നബിന്റെ അടുത്ത് ബുദ്ധിമുട്ടി അടങ്ങാറായി തിക്കിത്തിരക്കി വന്നിട്ട് ചോദിക്കാണ്, മദ്ദീനു യാ റസൂലല്ലാഹ് ഹുസ്നുൽ ഖുൽഖ്. നബി ഒറ്റ മറുപടിയാണ്. ഇത്ര അടങ്ങാറായി വന്നിട്ട് ഈ മനുഷ്യ ഒരു മറുപടിയാണല്ലോ പറഞ്ഞത്. വീണ്ടും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. അവിടെ അങ്ങനെ ഇരുന്ന് ചോദിക്കാൻ, എന്താണ് നബിയെ മദ്ദീൻ, എന്താണ് ദീന്? ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. മൂന്നാമതും റസൂലിനോട് ചോദിച്ചു ആ മറുപടിയാണ്. പിന്നെ അദ്ദേഹത്തിന് പോവില്ല എന്ന് വൃത്തിയില്ല. അപ്പൊ ഹുസ്നുൽ ഖുൽഖാണ് ദീനിന്റെ അടിസ്ഥാനമത. അപ്പൊ റസൂലിനെ നമ്മൾ ഇത്തിബാ ചെയ്യുമ്പോ ഏത് സമീപനത്തിലും നമ്മുടെ അടിസ്ഥാന സമീപനം എന്തായിരിക്കണം? കാരുണ്യമുള്ള സമീപനമായിരിക്കണം. നബിയെ എനിക്ക് ഒരു സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു ഉപദേശം നിങ്ങൾ നൽകണം, നന്നാവാനുള്ള ഒരു ഉപദേശം നൽകണം എന്ന് പറഞ്ഞപ്പോ ഒരു മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗ്ളബ്, ദേഷ്യപ്പെടണ്ട, കോപിക്കണ്ട, പ്രഷർ അടക്കി വെക്കൂ, എന്നാ തന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാവും. കാരണം നമ്മൾ ദേഷ്യപ്പെട്ടു തുടങ്ങിയ ദേഷ്യം എന്ന് പറഞ്ഞ വികാരം ഇസ്ലാം എന്തെയ്യണില്ല, അടക്കി നിർത്താൻ ആവശ്യപ്പെടില്ല. കാരണം ജനിതകമായ സ്വഭാവമാണ് ദേഷ്യം. പക്ഷെ അടക്കണം, നിയന്ത്രിക്കണം എന്നാണ്. അതുകൊണ്ടാണല്ലോ സ്വർഗത്തിന്റെ കവാടം റസൂലുള്ള പറഞ്ഞപ്പോ ബാബുൽ ജിഹാദ്, ബാബുൽ ഹജ്ജ്, ബാബുൽ സ്വലാ, ബാബുൽ സക്കാ, ബാബുൽ റയ്യാൻ, ബാബുൽ കാളിമീനൽ ഗൈർ, ഒരു ഗേറ്റ് അതാണ്. ബാബുൽ കാളിമീനൽ ഗൈർ, ദേഷ്യം കടിച്ചമർത്തുന്നവർക്ക് ഒരു വാതിൽ സ്വർഗത്തിൽ പ്രത്യേകമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുപോലെ തന്നെ നമുക്കറിയാം, ലാ തഹാസദു വലാ തനാഹസു വലാ തനാജസു എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി എന്താണ്? അടിസ്ഥാനപരമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബശ്ശിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു ഇന്നദ്ദീന യുസ്റു വലൻ യുശാദദ്ദീന ഇല്ലാ ഗലബഹു. ദീന് വളരെ സിമ്പിളാണ്, എളുപ്പമുള്ളതാണ് ദീൻ എന്ന് പറയുന്നത്. കാരണം ലോകത്തെ എല്ലാ മനുഷ്യനും, ഏറ്റവും നഗരത്തിന്റെ മധ്യത്തിൽ ജീവിക്കുന്ന നാഗരികനായ മനുഷ്യനും അതുപോലെ തന്നെ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യനും ദീന് പിൻപറ്റി ജീവിക്കണം. അപ്പൊ ദീന് വളരെ സിമ്പിളായിരിക്കും. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ദീനിന് ആരെങ്കിലും എടങ്ങാറാക്കാൻ തീരുമാനിച്ചാൽ വലൻ യുശാദദ്ദീന ഇല്ലാ ഗലബഹു, ദീൻ അയാൾ ഓവർടേക്ക് ചെയ്തു പോലും അപ്പൊ അയാൾ അവിടെ ഇങ്ങനെ കിടക്കും. ദീനിന് പ്രത്യേകിച്ച് അയാളുടെ ഒരു ബാധ്യത ഉണ്ടാവില്ല. ചില ആളുകളുടെ ദീൻ ആചാരങ്ങൾക്ക് മുഖ്യം നൽകുന്ന ആളുകൾ, അവർ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ അടയാളങ്ങൾ, ആ ശരീരത്തിന്റെ രോമ വളർച്ച, അതൊക്കെയാണ് ദീനിന്റെ അടിസ്ഥാനമായി മനസ്സിലാക്കുക. അങ്ങനെ അതിലിങ്ങനെ കെട്ടിക്കുടുക്കി നിൽക്കും, ഒരു വിട്ടുവീഴ്ചയും ചെയ്യൂല. എന്നാ അപ്പുറത്തേക്ക് ചാടിക്കിടക്കാൻ കഴിയോ? അവരവിടെ നിൽക്കും, ദീന് പോയിട്ടുണ്ടാവും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജംറയിൽ എറിയാനുള്ള കല്ല് എടുത്തു കൊടുത്തത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പൊ ജംറയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് തോന്നി, ഞാൻ എടുത്തു കൊടുത്ത
കല്ല് വളരെ ചെറുതായി പോയോ? അപ്പൊ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, നബിയെ ചെറിയ കല്ലായി, കുറച്ച് വലുത് വേണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ ദീനിൽ അതിര് കവിയരുത്, ഇത് തന്നെ ധാരാളമാണ്. ദീനിൽ നിങ്ങൾ അതിര് കവിയരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഒരു അയറാബി മസ്ജിദുൽ നബവിയിൽ മൂത്രമൊഴിക്കാൻ വന്നപ്പോ സഹാബി ആ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കാൻ, അയാൾക്ക് അവിടെ മസ്ജിദുൽ നബവിയാണ്, റസൂലുള്ളാന്റെ പള്ളിയാണ്, ഇങ്ങനൊന്നും വിവരമൊന്നുമില്ല. മനുഷ്യന് മൂത്രമൊഴിക്കാൻ മുട്ടി അവിടെ കയറി മൂത്രമൊഴിച്ചപ്പോ ആളുകളെല്ലാം ഓടിക്കൂടി. ഇവിടെ മസ്ജിദുൽ ഫത്തിൽ ഒരാൾ മൂത്രമൊഴിച്ച ഞങ്ങളൊക്കെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ആ അവസ്ഥ തന്നെ ഉണ്ടായത്. അവരെല്ലാരും വന്നിട്ട് അദ്ദേഹത്തെ തല്ലാനും ചീത്ത പറയാനൊക്കെ ഒരുങ്ങിക്കൂടിയപ്പോ റസൂൽ പറഞ്ഞു, ഏതായാലും മനുഷ്യൻ തുടങ്ങി, അത് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. അപ്പൊ ഏതായാലും ആ പൂർത്തിയാവുന്നവരെ ഒരാൾ കാത്തു നിൽക്കാൻ. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കാൻ വന്നപ്പോ ആളുകളോട് പറയാ, ബസ്സിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു, ഒരു തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവരൂ, അയാൾ മൂത്രമൊഴിച്ചെടുത്ത് ഒഴിച്ച് വൃത്തിയാക്കൂ. ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ കഥാകൃത്തായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ അടുത്ത് സത്യൻ അന്തിക്കാട് വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോ പിരിഞ്ഞു പോകുന്ന സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീർ സിനിമാ സംവിധായകനായ സത്യൻ അന്തിക്കാടിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പോകുമ്പോ അന്തിക്കാട് എന്റെ ഒരു സുഹൃത്തുണ്ട്, അപ്പൊ അദ്ദേഹത്തോട് എന്റെ അന്വേഷണം പറയണം. അപ്പൊ സത്യൻ അന്തിക്കാട് അന്താളിച്ചു നിൽക്കുകയാണ്. കാരണം ഞാൻ അറിയാത്തൊരു സുഹൃത്ത് ഏതാണ് അന്തിക്കാട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, അവിടെ ഒരു ആൽമരണ്ട്, ഞാൻ ഒരു കാലത്ത് പുസ്തകം എഴുതി തലച്ചുമടായി കൊണ്ടുപോയി വിറ്റിരുന്ന ഒരു കാലത്ത് അവിടെ പൈപ്പിന്റെ ചോട്ടുനിന്ന് വെള്ളം കുടിക്കും സുഖമായി ഉറങ്ങിയിരുന്നതാണ്. എനിക്ക് ഉറക്കും തണലും ആശ്വാസം നൽകിയ മരം. അതുകൊണ്ട് ആ മരത്തിന് സലാം പറയണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴിയിൽ എല്ലാ മരങ്ങളോടും സലാം പറയാറുണ്ട് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറയാം. കാരണം എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, കാരുണ്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞത്. അപ്പോൾ വിശ്വാസികളായ മനുഷ്യർ യഥാർത്ഥത്തിൽ അവര് ലോകത്ത് പ്രബോധകനാണ്. അവർ എല്ലാ വിശ്വാസിയും പ്രബോധകനാണ്. പ്രബോധകന്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നതാണ്. കാരണം എന്താണ്? റസൂലുള്ളാഹി അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായി പിൻപറ്റുവാൻ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, നിങ്ങളുടെ ഒരാളുടെ ഇച്ഛ ഞാൻ കൊണ്ടുവന്നതിനോട് അനുയോജ്യമാകുന്നതുവരെ, അതിനെ പിൻപറ്റുന്നതുവരെ നിങ്ങളാരും വിശ്വാസിയാവുകയില്ല. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഒരു വിഷയത്തിൽ വന്നാൽ, ആ മാതൃക നമ്മൾ മനസ്സിലായാൽ, അത് അറിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും പിന്നെ അതിനെ ചാടിക്കടക്കാൻ പാടില്ല, ഒരിക്കലും അതിനെ ലംഘിക്കാൻ പാടില്ല, അതിനെ പുച്ഛിക്കാൻ പാടില്ല, അതിനോട് അവമതിപ്പ് പുലർത്താൻ പാടില്ല. നിങ്ങൾ ഏറ്റവും ഞാൻ കൊണ്ടുവന്നതിനോട് നിങ്ങൾ ഹവ, നിങ്ങളുടെ താല്പര്യം ചേർന്നു നിൽക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാവില്ല. ഏത് ഫംഗ്ഷനാണ്, വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ റസൂലുണ്ട്, അതുപോലെ വീട് ഉണ്ടാക്കുമ്പോൾ റസൂലുണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം അങ്ങാടിയിലുള്ള നമ്മൾ ജീവിക്കുമ്പോൾ കച്ചവടക്കാരനാണെങ്കിൽ റസൂലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കച്ചവടക്കാരനായിരുന്നല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മാതൃക ഇന്ന മേഖലകൾ ഇന്നതാണെന്ന് മനസ്സിലായാൽ അതിനെ ഒരു ഇഞ്ച് ഓവർടേക്ക് ചെയ്യാൻ വിശ്വാസിക്ക് അനുമതിയില്ല. അതിനെ പിൻപറ്റുകയും മുറുകെ പിടിക്കുകയും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിനെ അംഗീകരിക്കുകയും ചെയ്യലാണ് വിശ്വാസത്തിന്റെ മാനദണ്ഡം. അല്ലാത്ത ഒരാളും വിശ്വാസിയാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ദീനിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാഹു റസൂൽ, ഇതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ഇതിനെ അന്വേഷിക്കുകയും അറിയുകയും അതിനോട് വൈകാരികമായ അടുപ്പം നമ്മൾ വെക്കുകയും ചെയ്യുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും മനസ്സിലാക്കുകയും അറിയുകയും അത് അംഗീകരിക്കുകയും ജീവിതത്തിന്റെ ഏറ്റവും അഭിവാജ്യമായ ഘടകമായി അതിനെ സ്വീകരിക്കുകയും ചെയ്യണം. ജഗന്യന്താവ് അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.